ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഹകരണ മേഖലയിലെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. CSEB 2023 ഏപ്രിൽ 1 നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. Choose the appropriate preposition from the options given below each sentence. Raju is cured dash cancer. From, with, of, off. Off is used to show connection. ഒരു കണക്ഷനെ കാണിക്കാൻ വേണ്ടി ഓഫ് ഉപയോഗിക്കാറുണ്ട്. The roof of the car. കാറിന്റെ റൂഫ്, അതായത് കാറും റൂഫും തമ്മിലുള്ള ഒരു കണക്ഷനെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഓഫ് ഉപയോഗിക്കുന്നത്. The title of the book, the name of the game, this is the picture of the family. ഇവിടെയൊക്കെ ഒരു കണക്ഷൻ കാണിക്കാനായി, അതായത് ഇന്ത്യയുടെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഓഫ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഓഫിന്റെ ഉപയോഗം ടു ഇൻഡിക്കേറ്റ് ആൻ എമൗണ്ട് ഓർ നമ്പർ, ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു നമ്പറിനെ സൂചിപ്പിക്കാനായും ഓഫ് ഉപയോഗിക്കാറുണ്ട്. I bought 2 cups of milk. A large number of people gathered. ഇവിടെ എമൗണ്ടിനെ അല്ലെങ്കിൽ നമ്പറിനെ സൂചിപ്പിക്കാനായാണ് ഓഫ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓഫ് is used in certain expression such as, ചില എക്സ്പ്രഷൻസ് കാണിക്കാൻ വേണ്ടിയും ഓഫ് ഉപയോഗിക്കാറുണ്ട്. It was nice of you to invite me. It was good of you to come. It was generous of the man to pay for lunch. It was stupid of him to leave the window open. ഇവിടെയൊക്കെ ഒരു എക്സ്പ്രഷനെ കാണിക്കാൻ വേണ്ടിയാണ് ഓഫ് ഉപയോഗിച്ചിരിക്കുന്നത്. നൈസ് ഓഫ് യു, ഗുഡ് ഓഫ് യു, generous of the man, stupid of him. അഡ്ജക്റ്റീവുകളോടൊപ്പം ഓഫ് ഉപയോഗിക്കുന്നത്, അതായത് ഈ അഡ്ജക്റ്റീവുകളുടെ പിന്നാലെ വരുന്നത് എല്ലായ്പ്പോഴും ഓഫ് ആയിരിക്കും. അഫ്രൈഡ് ഓഫ്, അഷെയിംഡ് ഓഫ്, അവെയർ ഓഫ്, അൺഅവെയർ ഓഫ്, ബിവെയർ ഓഫ്, കേപ്പബിൾ ഓഫ്, ഇൻകേപ്പബിൾ ഓഫ്, ചാൻസ് ഓഫ്, കോൺഫിഡന്റ് ഓഫ്, കോൺഷ്യസ് ഓഫ്, ഡിസ്ട്രസ്ഡ് ഓഫ്, fond of, ignorant of, proud of, sure of, tired of, unconscious of, victim of, worthy of. കൂടാതെ ചില വെർബുകളുടെ കൂടെയും ഓഫ് പ്രിപ്പോസിഷനായി ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ വെർബുകൾക്ക് ശേഷം മിക്കവാറും ഓഫ് ആയിരിക്കും പ്രിപ്പോസിഷൻ ആയിട്ട് വരുന്നത്. അക്യൂസ് ഓഫ്, അപ്രൂവ് ഓഫ്, കംപ്ലൈൻ ഓഫ്, കോൺസിസ്റ്റ് ഓഫ്, കൺവിൻസ് ഓഫ്, ഡിപ്രൈവ് ഓഫ്, devoid of, dispose of, distress of, dream of, envious of, fear of, hear of, independent of, innocent of, jealous of, knowledge of, pursuit of, reckless of, remind of, sure of, think of, repent of, consist of, curd of. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. curd of, കെയർ ഓഫ്, കെയർലെസ് ഓഫ്. ഇപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഓഫ് എന്ന പ്രിപ്പോസിഷൻ എവിടെ വന്നാലും നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും. രാജു ഈസ് കേർഡ് ഓഫ് ക്യാൻസർ. കേർഡ് എന്ന വെർബിന് ശേഷം എല്ലായ്പ്പോഴും ഓഫ് എന്ന പ്രിപ്പോസിഷനാണ് വരുന്നത്. ദ പ്രിൻസിപ്പൽ കൺഗ്രാറ്റുലേറ്റഡ് മനു ഡാഷ് ഹിസ് സക്സസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ചെസ് കോമ്പറ്റീഷൻ ഇൻ, ഓൺ, for, over. ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. ഒന്നാമതായിട്ട് ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ സ്പർശിച്ച് അതിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ ഓൺ ആണ് പ്രിപ്പോസിഷനായി ഉപയോഗിക്കാറുള്ളത്. There are some books on the table. ഇവിടെ ടേബിളിനെ സ്പർശിച്ച് ബുക്കുകൾ ടേബിളിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. She sat on a chair. ചെയറിനെ സ്പർശിച്ചുകൊണ്ട് അവൾ അതിന്റെ മുകളിൽ ഇരിക്കുന്നു. ഇവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത് ഓണിന്റെ ഉപയോഗം ചില തീയതികൾ, ദിവസങ്ങൾ ഇവയ്ക്ക് മുൻപിൽ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്.
Gandhiji was born on 2nd October 1869. I visit library on Sundays. She watched the movie on Monday. അപ്പോൾ ഇവിടെ ദിവസങ്ങൾ അല്ലെങ്കിൽ തീയതികൾക്ക് മുൻപിൽ ഓൺ ആണ് പ്രിപ്പോസിഷനായി ഉപയോഗിക്കാറുള്ളത്. കൂടാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ സൂചിപ്പിക്കാനും ഓൺ ഉപയോഗിക്കാറുണ്ട്. They are on the bus to Trivandrum. ഇവിടെ on the bus. ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ ഓണിന്റെ ഉപയോഗം ഓൺ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ സൂചിപ്പിക്കാനായും ഓൺ ഉപയോഗിക്കാറുണ്ട്. ഷീ ഈസ് റൈറ്റിംഗ് ആൻ എസ്സേ ഓൺ ദ ന്യൂ എക്കണോമിക് പോളിസി. ഇവിടെ ഒരു ടോപ്പിക്കിനെ സൂചിപ്പിക്കാനാണ് ഓൺ ഉപയോഗിക്കുന്നത്. കൂടാതെ ഓൺ വരുന്ന പ്രിപ്പോസിഷണൽ വെർബുകൾ ബേസ്ഡ് ഓൺ, കമന്റ് ഓൺ, കോൺസെൻട്രേറ്റ് ഓൺ, കൺഗ്രാജുലേറ്റ് ഓൺ. ഈ കൺഗ്രാജുലേറ്റ് ഓൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിരവധി പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൺഗ്രാജുലേറ്റ്. അതിനുശേഷം വരുന്ന പ്രിപ്പോസിഷൻ എല്ലായ്പ്പോഴും ഓൺ ആയിരിക്കും. കൺഗ്രാജുലേറ്റ് ഓൺ, ഡിപ്പെൻഡ് ഓൺ, ഡിസ്കഷൻ ഓൺ, ഇമ്പോസ് ഓൺ, ഇൻസിസ്റ്റ് ഓൺ, ട്രൈവ് ഓൺ. The principal congratulated Manu on his success in the university chess competition. Select the word which is almost opposite in the meaning to the given word. Opaque, cloudy, frosty, hazy, limpid. Opaque, not able to be seen through, not transparent. സുതാര്യമല്ലാത്ത. Bottles filled with a pale opaque liquid. സുതാര്യമല്ലാത്ത ഒരു ദ്രാവകം ഉപയോഗിച്ച് ബോട്ടിൽ ഫിൽ ചെയ്തിരിക്കുന്നു. Cloudy, of the sky or weather covered with or characterized by clouds. എന്ന് വെച്ചാൽ മേഘാവൃതമായ. A very grey cloudy day. Frosty, of the weather very cold with frost forming on surfaces. A cold and frosty morning. ഫ്രോസ്റ്റി എന്നാൽ തണുത്തുറഞ്ഞ. എ കോൾഡ് ആൻഡ് ഫ്രോസ്റ്റി മോർണിംഗ്, തണുത്തുറഞ്ഞ ഒരു പ്രഭാതം. ഹേസി, കവേർഡ് ബൈ എ ഹേസ് എന്ന് വെച്ചാൽ മൂടൽ മഞ്ഞ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ക്വൈറ്റ് ഹേസി. ലിംപിഡ്, ഓഫ് എ ലിക്വിഡ് കംപ്ലീറ്റ്ലി ക്ലിയർ ആൻഡ് ട്രാൻസ്പെറന്റ്. ദ ലിംപിഡ് വാട്ടേഴ്സ് ഓഫ് ദ കരീബിയൻ. ഇത് നമ്മൾ കണ്ടു. ഒപ്പേഗ് സുതാര്യമല്ലാത്ത, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത. അതിന്റെ ഓപ്പോസിറ്റ് ലിംപിഡ്, സുതാര്യമായ. ലൂഷ്യസ്, ഡെലീഷ്യസ്, ഇൻസിപ്പിഡ്, അൺസേവറി, വോളപ്റ്റസ്. ലൂഷ്യസ്, ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക് ഹാവിങ് എ പ്ലീസിംഗ്ലി റിച്ച് സ്വീറ്റ് ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ടുള്ള. എ ലൂഷ്യസ് ആൻഡ് ഫ്രാഗ്രന്റ് dessert wine. Delicious, highly pleasant to the taste. Delicious എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായ. Delicious home baked brown bread. Insipid, lacking flavor, weak or tasteless. Mugs of insipid coffee. Unsavory, disagreeable to taste, smell or look at. എന്ന് വെച്ചാൽ അരോചകമായ. They looked at the scanty, unsavory portions of food doled out to them. Voluptuous, relating to or characterized by luxury or sensual pleasure. എന്ന് വെച്ചാൽ വമ്പിച്ച. Long curtains in voluptuous crimson velvet. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതെന്ന് കൂട്ടുകാർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Choose the appropriate question tag. I seldom go to cinemas. Am I? Do I? Didn't I? Don't I? ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ സാധാരണയായി നെഗറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കാറുള്ളത്. നെഗറ്റീവ് സെന്റൻസുകൾക്കെല്ലാം പോസിറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ചില വാക്കുകളെ നമ്മൾ അവിടെ നോട്ട് എന്ന പ്രയോഗം ഇല്ലെങ്കിലും നെഗറ്റീവായാണ് കണക്കാക്കുന്നത്.
അപ്പോൾ നെഗറ്റീവായിട്ട് കണക്കാക്കുന്ന വാക്കുകളാണ് ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, നെവർ, സെൽഡം. ഇതൊക്കെ നെഗറ്റീവായാണ്, ഈ വാക്കുകളെല്ലാം നെഗറ്റീവായാണ് കണക്കാക്കുന്നത്. അതായത് ഈ വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കാറ്. അവിടെ പോസിറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ടാഗിൽ ആമിന്റ് എന്ന് ഒരിക്കലും ഉപയോഗിക്കാറില്ല. ഇവിടെ നോക്കുക, ഐ സെൽഡം ഗോ ടു സിനിമാസ്. അപ്പൊ ഇവിടെ നെഗറ്റീവ്, സെൽഡം നെഗറ്റീവ് സെന്റൻസ് ആണ്, പോസിറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇതും വരില്ല, ഇതും വരില്ല. ഇവിടെ ഐ സെൽഡം ഗോ ടു സിനിമാസ്, ഗോ എന്ന വെർബിൻ അടങ്ങിയിരിക്കുന്ന ഓക്സിലറി വെർബ് ഡു എന്ന ഓക്സിലറി വെർബാണ്. അതായത് ഡു പ്ലസ് ഗോ ചേരുന്നതാണ് ഗോ. ഇവിടെ ഈ ഓക്സിലറി ഗോ എന്ന വെർബിൽ നിന്നും ഓക്സിലറി വെർബിനെ പുറത്തെടുക്കുമ്പോൾ ഡു എന്ന ഓക്സിലറി വെർബാണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടത്. ഡു ഐ. ആൻസർ ഓപ്ഷൻ ബി. അതോടൊപ്പം ഗോസ് എന്നാണെങ്കിൽ അവിടെ വരുന്ന ഓക്സിലറി വെർബ് ഡസ് പ്ലസ് ഗോ. ഈ കാര്യം ഓർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ഡാഷ്. ഡു യു, ഡോണ്ട് യു, വോണ്ട് യു, വിൽ യു. ഡോണ്ട് ഫോർഗെറ്റ്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ പോസിറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഡോണ്ട് യു വരില്ല, വോണ്ട് യു വരില്ല. ഡു യു അല്ലെങ്കിൽ വിൽ യു ആണ് ഉപയോഗിക്കേണ്ടത്. ഏത് ടാഗ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. അതായത് ഇംപെരറ്റീവ് സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഇത്തരത്തിലുള്ള സെന്റൻസുകളാണെങ്കിൽ അവയാണ് ഇംപെരറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഓപ്പൺ ദ ഡോർ, ഇതൊന്നെങ്കിലും ഒരു കമാൻഡ് ആകാം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആകാം. ഇതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. കം ഹിയർ, ഇതൊരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആകാം. ഇതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇംപെരറ്റീവ് സെന്റൻസുകൾ എന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉൾപ്പെടുന്നതാണ് ഇംപെരറ്റീവ് സെന്റൻസുകൾ. ഇംപെരറ്റീവ് സെന്റൻസുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് ഇംപെരറ്റീവ്സ്. ഓപ്പൺ ദ ഡോർ, ഇതൊരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസുകളോടൊപ്പം ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ഒന്നുകിൽ വിൽ യു ഉപയോഗിക്കാം അല്ലെങ്കിൽ വോണ്ട് യു ഉപയോഗിക്കാം. അതായത് വിൽ യു എന്ന് പറഞ്ഞാലും വോണ്ട് യു എന്ന് പറഞ്ഞാലും ശരിയാണ്. പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസുകളിൽ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എല്ലായ്പ്പോഴും ഒന്നുകിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു, ഏത് ഉപയോഗിച്ചാലും ശരിയാണ്. പോസിറ്റീവ് സെന്റൻസുകളാണെങ്കിലും രണ്ട് തരത്തിലുള്ള ടാഗുകളും പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസുകളിൽ ഉപയോഗിക്കാം. ഓപ്പൺ ദ ഡോർ വിൽ യു, ഓപ്പൺ ദ ഡോർ വോണ്ട് യു എന്ന് പറഞ്ഞാലും ശരിയാണ്. കൈൻഡ്ലി സൈൻ ദീസ് ഫയൽസ്, വിൽ യു എന്ന് പറഞ്ഞാലും കൈൻഡ്ലി സൈൻ ദീസ് ഫയൽസ് വോണ്ട് യു എന്ന് പറഞ്ഞാലും ശരിയാണ്. ഹാവ് എ ചോക്ലേറ്റ് വിൽ യു, ഹാവ് എ ചോക്ലേറ്റ് വോണ്ട് യു, രണ്ട് തരത്തിലും ശരിയാണ്. പാസ് മീ ദ ഷുഗർ വിൽ യു, പാസ് മീ ദ ഷുഗർ വോണ്ട് യു എന്ന് പറഞ്ഞാലും ശരിയാണ്. ബി കെയർഫുൾ വെൻ യു റൈഡ് ഓൺ എ ബൈക്ക് വിൽ യു എന്ന് പറഞ്ഞാലും ബി കെയർഫുൾ വെൻ യു റൈഡ് ഓൺ എ ബൈക്ക് വോണ്ട് യു എന്ന് പറഞ്ഞാലും ശരിയാണ്. പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസുകളോടൊപ്പം വിൽ യുവും വോണ്ട് യുവും ക്വസ്റ്റ്യൻ ടാഗായി ഉപയോഗിക്കാം. അതേസമയം നെഗറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസുകളിൽ പോസിറ്റീവ് ടാഗ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡോണ്ട് സൈൻ ദീസ് ഫയൽസ്. ഇത് നോക്കുക, ഫയലുകൾ സൈൻ ചെയ്യരുത്. ഇതല്ലെങ്കിൽ ഒന്നുകിൽ ഒരു ഓർഡർ ആയിരിക്കാം അല്ലെങ്കിൽ കമാൻഡ് ആയിരിക്കാം. ഇതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇതൊരു നെഗറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എല്ലായ്പ്പോഴും വിൽ യു ആണ്. ഡോണ്ട് ക്ലോസ് ദ വിൻഡോ വിൽ യു, ഡോണ്ട് ഹാവ് എ ചോക്ലേറ്റ് വിൽ യു, ഡോണ്ട് സ്മോക്ക് ഇൻ ദിസ് റൂം വിൽ യു, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ് വിൽ യു, ഡോണ്ട് ഫോർഗെറ്റ്
What is the question tag? Will you? Don't forget, ഇവിടെ ഉപയോഗിക്കേണ്ട question tag will you. Choose the correct form of verb given in brackets. It is a pity that the victim of the road accident dash lie on the road for almost an hour. ഇത് വളരെ സഹതാപാർഹമാണ്. അതായത് റോഡ് ആക്സിഡന്റിലെ ഇര ഏതാണ്ട് 1 മണിക്കൂറോളം റോഡിൽ കിടന്നു. ഇവിടെ ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ വരേണ്ടത് V1 ഫോം ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഈ രണ്ട് വാക്കുകളും അല്പം അർത്ഥവ്യത്യാസം വരുന്ന വാക്കുകളാണ്. ലേ എന്ന് പറഞ്ഞാൽ കിടക്കുക, V2 ഫോം ലെയ്ഡ്, V3 ഫോം ലെയ്ഡ്. അതേസമയം ലൈ എന്ന് പറഞ്ഞാൽ നുണ പറയുക, ഇതിന്റെ V2 ഫോം ലേ, V3 ലേ. ഇവിടെ നമുക്ക് കിടക്കുക എന്നുള്ള വാക്കാണ് വേണ്ടത്. അതിന്റെ V1 ഫോം LAY ലേ. ഇത് ശരിയാകില്ല, ഇതും ശരിയാകില്ല, ഇതും ശരിയാകില്ല. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓപ്ഷൻ എ ലേ. The moment Pramida dash the room, we will start singing the birthday song. Will enter, entered, enters, has entered. പ്രമിത റൂമിലേക്ക് വന്ന നിമിഷം ഞങ്ങൾ ബർത്ത്ഡേ സോങ് പാടാൻ തുടങ്ങി. ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. പ്രമിത എന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അതുകൊണ്ട് ഇവിടെ V5 ഫോം ആണ് ഉപയോഗിക്കുന്നത്. വെർബിന്റെ 5ാമത്തെ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ വെർബിന് 5 ഫോമുകളുണ്ട്. ഒന്നാമത്തെ ഫോം സിമ്പിൾ പ്രസന്റ് ടെൻസ് എൻറ്റർ, രണ്ടാമത്തേത് V2 entered, V3 entered, V4 entering, V5 enters. ഇവിടെ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് enters ആണ് ഉപയോഗിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ സി enters. The moment Pramida enters the room, we will start singing the birthday song. Identify the error, if any, in the sentences given below. The number of the part in which error detected is the answer. If I will meet Naveen in the morning, I will give him your message. ഇത് if ക്ലോസിന്റെ ഉപയോഗമാണ്. if എന്നത് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. അതായത് ഒരു കണ്ടീഷൻ പറയുന്ന ക്ലോസ് ആണ് if ക്ലോസ്. ഇനി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. ഇപ്പോൾ 3 തരത്തിലുള്ള കണ്ടീഷണൽ ക്ലോസുകളാണുള്ളത്. ഒന്നാമത്തേത് പ്രോബബിൾ കണ്ടീഷൻ. അതായത് നടക്കാനായിട്ട് ഒരു സാധ്യതയുള്ള കണ്ടീഷനാണ് പ്രോബബിൾ കണ്ടീഷൻ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ നന്നായി പഠിക്കുന്നു എങ്കിൽ നീ വിജയിക്കും. ഇഫ് യു ഇൻവൈറ്റ് ഹെർ ഷീ വിൽ കം. നീ അവളെ ക്ഷണിക്കുകയാണ് എങ്കിൽ അവൾ വരും. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. മഴ പെയ്യുകയാണ് എങ്കിൽ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. ഇഫ് യു ഹെൽപ്പ് ഹെർ ഷീ വിൽ ഹെൽപ്പ് യു. നീ അവളെ സഹായിക്കുകയാണെങ്കിൽ അവൾ നിന്നെ സഹായിക്കും. ഇവിടെയെല്ലാം ഒരു പോസിബിലിറ്റി ഉണ്ട്. നീ നന്നായി പഠിച്ചാൽ നീ വിജയിക്കും. അപ്പൊ പഠിക്കുകയാണെങ്കിൽ വിജയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അവളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾ വരും. ഇവിടെ ഈ സെന്റൻസുകളിലെല്ലാം ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള സെന്റൻസുകളാണ് പ്രോബബിൾ കണ്ടീഷൻ. രണ്ടാമത്തേത് ഇംപ്രോബബിൾ കണ്ടീഷൻ. ഇത് നടക്കാൻ സാധ്യത കുറഞ്ഞ കണ്ടീഷനുകളാണ് ഇംപ്രോബബിൾ കണ്ടീഷൻ. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. നീ നന്നായി പഠിച്ചിരുന്നു എങ്കിൽ നീ വിജയിക്കുമായിരുന്നു. അതായത് സംഭവം കഴിഞ്ഞുപോയി, ഇനി അവിടെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നീ നന്നായി പഠിച്ചിരുന്നു എങ്കിൽ നീ വിജയിക്കുമായിരുന്നു. നീ നന്നായി പഠിച്ചില്ല, പക്ഷെ നീ വിജയിച്ചില്ല. നീ നന്നായി പഠിച്ചിരുന്നു എങ്കിൽ നീ വിജയിക്കുമായിരുന്നു. ഇതൊരു ഇംപ്രോബബിൾ കണ്ടീഷൻ ആണ്, നടക്കാൻ സാധ്യത കുറവാണ്. ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ ഷീ വുഡ് കം. നീ അവളെ ക്ഷണിച്ചിരുന്നു എങ്കിൽ അവൾ വരുമായിരുന്നു. ഇഫ് ഇറ്റ് റെയിൻഡ് ഐ വുഡ് ക്യാൻസൽ ദ ട്രിപ്പ്. മഴ പെയ്തിരുന്നു എങ്കിൽ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമായിരുന്നു. മഴ പെയ്തില്ല, ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തുമില്ല. ഇഫ് യു ഹെൽപ്പ് ഹെർ ഷീ വുഡ് ഹെൽപ്പ് യു. നീ അവളെ സഹായിച്ചിരുന്നു എങ്കിൽ അവൾ നിന്നെ സഹായിക്കുമായിരുന്നു. നീ അവളെ സഹായിച്ചില്ല, അവൾ നിന്നെയും സഹായിച്ചില്ല.
ഇതൊരു ഇംപ്രോബബിൾ കണ്ടീഷനാണ്, നടക്കാൻ സാധ്യത കുറവുള്ള കണ്ടീഷനാണ്. മൂന്നാമത്തേതാണ് ഇംപോസിബിൾ കണ്ടീഷൻ, അതായത് നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത കണ്ടീഷനാണ് ഇംപോസിബിൾ കണ്ടീഷൻ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്. നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ വിജയിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ ഷീ വുഡ് ഹാവ് കം. നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൾ വന്നിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഐ വുഡ് ഹാവ് ക്യാൻസൽ ദ ട്രിപ്പ്. മഴ പെയ്തിരുന്നുവെങ്കിൽ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡ് ഹെൽപ്ഡ് ഹെർ ഷീ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. നീ അവളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അവൾ നിന്നെ സഹായിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഇതൊക്കെ ഇംപോസിബിൾ കണ്ടീഷനാണ്, നടക്കാൻ 100% പോസിബിലിറ്റി ഇല്ലാത്ത സെന്റൻസുകളാണ് ഇംപോസിബിൾ കണ്ടീഷൻ. ഇവിടെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, ഇതിന് 2 ക്ലോസുകളുണ്ട്. അതായത് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. അതായത് ഒറ്റയ്ക്ക് നിന്നാൽ അർത്ഥമുള്ള ക്ലോസ് ആണ് മെയിൻ ക്ലോസ്, കൂടെ നിൽക്കുമ്പോൾ മാത്രം അർത്ഥം വരുന്ന ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. ഇപ്പൊ ഇവിടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് യു വിൽ പാസ്, നീ വിജയിക്കും. അതായത് യു വിൽ പാസ് എന്നുള്ളത് ഒറ്റയ്ക്ക് നിന്നാൽ അതിന് മീനിങ് ഉണ്ട്, അതാണ് ഇവിടെ മെയിൻ ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുന്നു എങ്കിൽ, അപ്പൊ അവിടെ ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. അതായത് യു വിൽ പാസ് എന്ന മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ക്ലോസ് നിലകൊള്ളുന്നത്. ഇത് സബോർഡിനേറ്റ് ക്ലോസ്. ഇവിടെ പ്രോബബിൾ സെന്റൻസുകളിൽ മെയിൻ ക്ലോസിൽ വില്ലും സബോർഡിനേറ്റ് ക്ലോസിൽ V1 ഫോമുമാണ് ഉപയോഗിക്കേണ്ടത്. വിൽ, V1, വിൽ, സബോർഡിനേറ്റ് ക്ലോസിൽ V1. ഇംപ്രോബബിൾ സെന്റൻസുകളാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡും സബോർഡിനേറ്റ് ക്ലോസിൽ V2 ഫോമുമാണ് ഉപയോഗിക്കേണ്ടത്. മെയിൻ ക്ലോസിൽ വുഡ്, സബോർഡിനേറ്റ് ക്ലോസിൽ V2 ഫോം. വുഡ്, സബോർഡിനേറ്റ് ക്ലോസിൽ V2 ഫോം. ഇംപോസിബിൾ സെന്റൻസുകളാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവും V3 ഫോമും സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും ആണ് ഉപയോഗിക്കേണ്ടത്. If I will meet Naveen in the meeting, I will give him your message. ഇതാണ് നമ്മുടെ സെന്റൻസ്. ഇപ്പൊ ഇവിടെ if I will meet ഇത് നവീൻ in the morning, ഞാൻ രാവിലെ നവീനെ കാണുകയാണെങ്കിൽ, അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. I will give him your message, ഞാൻ അവന് നിങ്ങളുടെ മെസ്സേജ് കൊടുക്കും, ഇത് മെയിൻ ക്ലോസ് ആണ്. അതായത് ഞാൻ അവന് നിങ്ങളുടെ മെസ്സേജ് കൊടുക്കും എന്നുള്ള ഒരു ക്ലോസിന് ഒറ്റയ്ക്ക് നിലനിൽപ്പുണ്ട്, അത് ഒറ്റയ്ക്ക് നിന്നാലും മീനിങ്ഫുൾ ആണ്, ഇത് മെയിൻ ക്ലോസ്. If I will meet Naveen in the morning എന്നത് സബോർഡിനേറ്റ് ക്ലോസ്. ഇവിടെ സബോർഡിനേറ്റ് ക്ലോസിൽ വില്ല് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. If I meet Naveen in the meeting, I will give him your message എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇവിടെ എറർ വരുന്നത് A. A man along with his wife and 2 children were rescued with the help of a Navy helicopter. ഇവിടെ കോൺകോർഡ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് കോൺകോർഡ് റൂൾ എന്നറിയപ്പെടുന്നത്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അതാണ് കോൺകോർഡ് റൂളിന്റെ കോമൺ റൂള്. ഇതിന് ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്. മെയിൻ റൂൾ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ സബ്ജക്റ്റ് എ മാൻ എന്നതാണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആയിരിക്കണം. ഇവിടെ വാസ് എന്ന വെർബാണ് ഉപയോഗിക്കേണ്ടത്. A man along with his wife and 2 children was rescued with the help of a helicopter. ഇവിടെ ആൻസർ ഓപ്ഷൻ സി, എ മാൻ. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഇവിടെ ഉപയോഗിക്കേണ്ടത് was rescued with the help of a Navy helicopter. Fill in the blanks choosing correct articles from the options given below. Janu has decided to wear dash yellow dress her uncle gifted her on her birthday. A and the no article. ആർട്ടിക്കിളുകൾ പ്രധാനമായും 2 ടൈപ്പുകളാണുള്ളത്. ഒന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും 2 ഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് എയും ആനും, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ. അപ്പോൾ
ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. ദ ഉപയോഗിക്കേണ്ട അവസരങ്ങൾ. റൂൾ 1. യൂസ് ദ വെൻ ഇറ്റ് ഈസ് ഒബിയസ് വിച്ച് തിങ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഓർ വെൻ ദർ ഈസ് ഓൺലി വൺ ഓഫ് സംതിങ്. സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ദ ഉപയോഗിക്കണം. കുഡ് യു ഷട്ട് ദ ഡോർ. ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് ആ ഡോറിനെ കുറിച്ചാണ് പറയുന്നത്, അവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവിടെ ദ ഉപയോഗിക്കണം. ഐ ക്ലീൻ ദ ബാത്റൂം ദിസ് മോർണിംഗ്. ഇവിടെ ഐ ക്ലീൻഡ് ദ ബാത്റൂം. സംസാരിക്കുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെയും ദ ഉപയോഗിക്കണം. റൂൾ 2. ടു റെഫർ ടു സംതിങ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ മെൻഷൻഡ്. നേരത്തെ മെൻഷൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കണം. യു വാസ് ടോക്കിംഗ് ടു എ മാൻ, ദ മാൻ വാസ് ലാഫിംഗ്. ആദ്യം അവനൊരു മനുഷ്യനുമായി സംസാരിക്കുകയായിരുന്നു. ആദ്യം ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, അയാൾ ദ മാൻ വാസ് ലാഫിംഗ്, അയാൾ ചിരിക്കുകയായിരുന്നു. അപ്പൊ രണ്ടാമത് നേരത്തെ മെൻഷൻ ചെയ്ത ഒരു സംഭവത്തെ കുറിച്ച്, ഒരാളെ കുറിച്ച് രണ്ടാമത് പറയുമ്പോൾ അവിടെ ദ ഉപയോഗിക്കണം. ദ മാൻ. ഷീ ഗേവ് ഹിം എ പ്രസന്റ്, ദ പ്രസന്റ് വാസ് വെരി എക്സ്പെൻസീവ്. അവൾ അവനൊരു പ്രസന്റ് നൽകി. ഇവിടെ ആദ്യം പ്രസന്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തു, വീണ്ടും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ ദ ഉപയോഗിക്കണം. ദ പ്രസന്റ് വാസ് വെരി എക്സ്പെൻസീവ്. റൂൾ 3. ടു ഡിഫൈൻ ഓർ ഐഡന്റിഫൈ എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ്. ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവിടെ ദ ഉപയോഗിക്കണം. ദ മാൻ ഹു റോട്ട് ദിസ് ബുക്ക് ഈസ് ഫേമസ്. ഈ ബുക്ക് എഴുതിയ ആൾ വളരെ ഫേമസ് ആണ്. അപ്പൊ ഇവിടെ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, ഇവിടെയും ദ ഉപയോഗിക്കണം. ഐ സ്ക്രാച്ച് ദ റെഡ് കാർ പാർക്ഡ് ഔട്ട്സൈഡ്. ഇവിടെ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, ദ റെഡ് കാർ. ഐ ലിവ് ഇൻ ദ സ്മോൾ ഹൗസ് വിത്ത് എ ബ്ലൂ കളർ. ഇവിടെ ദ സ്മോൾ ഹൗസ് എന്ന പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹി ഈസ് ദ ഡോക്ടർ ഐ കെയിം ടു സീ. പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു അവസരങ്ങളിലും ദ ഉപയോഗിക്കണം. റൂൾ 4. യൂസ് ദ ടു റെഫർ ടു പീപ്പിൾ ഓർ ഒബ്ജക്ട്സ് ദാറ്റ് ആർ യുണീക്ക് ഓർ ഓൺലി വൺ. ഒരു യുണീക്കായ കാര്യം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ദ ഉപയോഗിക്കണം. ദ സൺ റോസ് അറ്റ് 6:17 AM ദിസ് മോർണിംഗ്. ഇവിടെ സൺ എന്നുള്ളത് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതൊരു യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ്, അവിടെയൊക്കെ ദ ഉപയോഗിക്കണം. യു ക്യാൻ ഗോ എനിവെയർ ഇൻ ദ വേൾഡ്. ദ വേൾഡ് യുണീക്ക് ആണ്. ദ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ ദ ഉപയോഗിച്ചിട്ടുണ്ട്, ദ മൂൺ, ദ എർത്ത്. ദ സ്കൈ ലുക്സ് ബ്യൂട്ടിഫുൾ. സ്കൈ എന്നത് യുണീക്ക് ആണ്. ദ പോപ്പ് ഈസ് വിസിറ്റിംഗ് റഷ്യ. അപ്പോൾ പോപ്പ് എന്നത് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അവിടെയും ദ ഉപയോഗിക്കണം. ദ മൂൺ ഈസ് വെരി ബ്രൈറ്റ് ടുനൈറ്റ്. ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദ പ്രസിഡന്റ്. പ്രസിഡന്റ് എന്നുള്ളത് ഒരേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അവിടെയൊക്കെ ദ ഉപയോഗിക്കണം. റൂൾ 5. യൂസ് ദ ടു റെഫർ ടു പീപ്പിൾ ഓർ ഒബ്ജക്ട് ഇഫ് ഇറ്റ് ഈസ് ഓൺലി വൺ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ഒരെണ്ണം മാത്രമേ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എങ്കിലും അവിടെ ദ ഉപയോഗിക്കണം. വി ലിവ് ഇൻ എ സ്മോൾ ഹൗസ് നെക്സ്റ്റ് ടു ദ ചർച്ച്. പള്ളിയുടെ അടുത്തുള്ള ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ആ ഒരു പ്രത്യേക ചർച്ചിനെ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേക ചർച്ച് എന്ന ഒരു പ്രത്യേക ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്തിരിക്കുന്നത്, ഇവിടെയും ദ ഉപയോഗിക്കണം. ഡാഡ് ക്യാൻ ഐ ബോറോ ദ കാർ. ദ കാർ ഒരു പ്രത്യേക കാറിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വെൻ വി സ്റ്റേഡ് അറ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വി വെന്റ് ടു ദ ബീച്ച് എവറി ഡേ. ആ ഒരു ദ ബീച്ച് ആ ഒരു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ബീച്ച് മാത്രമേ ഉള്ളൂ, ഇവിടെ ദ ഉപയോഗിക്കണം. ലുക്ക് അറ്റ് ദ ബുക്ക് ഓവർ ദർ. ദ ബുക്ക്. ദ സബ് ഇൻസ്പെക്ടർ ഓഫ് ദ ലൊക്കാലിറ്റി. ഇവിടെ ദ ലൊക്കാലിറ്റി ആ ഒരു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ഒരു ലൊക്കാലിറ്റി. റൂൾ 6. യൂസ് ദ വിത്ത് അഡ്ജക്റ്റീവ് ടു റെഫർ ടു ഓൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സൂചിപ്പിക്കാനായി ദ ഉപയോഗിക്കണം. ദ ഇന്ത്യൻ എൻജോയ് ക്രിക്കറ്റ്. ഇതൊരു ഹോൾ ഗ്രൂപ്പാണ്, ഇന്ത്യൻ എന്ന ഹോൾ ഗ്രൂപ്പാണ്, ഇവിടെ ദ ഉപയോഗിക്കണം. ദ എൽഡർലി റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ. ദ എൽഡർലി ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ്. ഷീ ഹാസ് ഗിവൺ എ ലോട്ട് ഓഫ് മണി ടു ദ പുവർ. ദ പുവർ എന്നത് ഒരു ഗ്രൂപ്പാണ്, ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ഇവിടെയൊക്കെ ദ ഉപയോഗിക്കണം. റൂൾ 7. യൂസ് ദ വിത്ത് ഡിക്കേഡ്സ്.
ശതാബ്ദങ്ങൾക്ക് മുൻപിൽ ദാ ഉപയോഗിക്കണം. ഹി വാസ് ബോൺ ഇൻ ദ 70s. ദിസ് ഈസ് എ പെയിന്റിംഗ് ഫ്രം ദ 1820s. ഇവിടെയൊക്കെ ഡിക്കേഡ്സ് ആണ്. ഇതിനു മുൻപിലും ദാ ഉപയോഗിക്കണം. റൂൾ 8 വിത്ത് കൺട്രീസ് ദാറ്റ് ഹാവ് പ്ലൂറൽ നെയിംസ്. പ്ലൂറൽ നെയിം ഉള്ള കൺട്രികളാണെങ്കിൽ അവിടെയും ദാ ഉപയോഗിക്കണം. ഐ ഹാവ് നെവർ സീൻ ടു ദി നെതർലാൻഡ്സ്. ഇവിടെ നോക്കുക, എസ് പ്ലൂറൽ നെയിം ഉള്ള കൺട്രിയാണ്. ഇവിടെ ദാ ഉപയോഗിക്കണം. ഡു യു നോ എനിവൺ ഹു ലീവ്സ് ഇൻ ദ ഫിലിപ്പൈൻസ്. ഇതൊക്കെ പ്ലൂറൽ നെയിം ഉള്ള കൺട്രികളാണ്. ഇവിടെ ദാ ഉപയോഗിക്കണം. റൂൾ 9 യൂസ് ദ വിത്ത് കൺട്രീസ് ദാറ്റ് ഇൻക്ലൂഡ് ദ വേർഡ്സ് റിപ്പബ്ലിക്, കിങ്ഡം ഓർ സ്റ്റേറ്റ് ഇൻ ദെയർ നെയിംസ്. ഈ റിപ്പബ്ലിക്, കിങ്ഡം, സ്റ്റേറ്റ് ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും ദാ ഉപയോഗിക്കണം. ഷീ ഈസ് വിസിറ്റിംഗ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ക്ലിഫി ഈസ് ഫ്രം ദ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ്. റൂൾ 10 യൂസ് ദ വിത്ത് ന്യൂസ് പേപ്പർ നെയിംസ്. ഐ റീഡ് ഇറ്റ് ഇൻ ദ ഹിന്ദു. ന്യൂസ് പേപ്പറുകളുടെ ഒപ്പവും എപ്പോഴും ദാ ഉപയോഗിക്കണം. ഷീ വർക്ക്സ് ഫോർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. Rule 11 use the with the names of famous buildings, works of art, museum or monuments. ഈ ബിൽഡിങ്ങുകൾ, ഫേമസ് ബിൽഡിങ്ങുകൾ, വർക്കുകൾ, ആർട്ടുകൾ, മ്യൂസിയം, മോണമെന്റ്സ് ഇവയ്ക്ക് മുൻപിലും ദാ ഉപയോഗിക്കണം. Have you been to the Indira Memorial? You went to the Louvre and saw the Mona Lisa. I visited the Taj Mahal. Rule 12 with the names of hotels, a restaurant unless these are named after a person. They stayed at the Grand Hotel last night. We ate at the Jubilee Hotel. Use the before a singular noun to represent the whole class. ഒരു singular noun ഒരു whole classനെ represent ചെയ്യുകയാണെങ്കിലും ദാ ഉപയോഗിക്കണം. The dog is a domestic animal. ഇവിടെ നോക്കുക, ഡോഗ് ഇതൊരു സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗൺ എന്നത് ഒരു ഹോൾ ക്ലാസിനെ, ഡോഗ് എന്ന ഹോൾ ക്ലാസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡോഗ് ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ്. ആ ഒരു ഹോൾ ക്ലാസിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ദാ ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹോൾ ക്ലാസിനെ സൂചിപ്പിക്കുമ്പോൾ നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സിംഗുലർ നൗൺ ആണ്, അതുകൊണ്ടാണ് ദാ ഉപയോഗിക്കുന്നത്. ദ ഡോഗ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. The cow is treated as the mother of mankind. ഇവിടെ കൗ എന്നത് ഒരു ഹോൾ ക്ലാസിനെ സൂചിപ്പിക്കുന്നു. സിംഗുലർ നൗൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ദാ ഉപയോഗിക്കണം. The elephant is a strong animal. The fox is very cunning. The rose is the sweetest of all flowers. The lotus is a lovely flower. The heart pumps blood around the body. ഇവിടെയെല്ലാം സിംഗുലർ നൗൺ ഹോൾ ക്ലാസിനെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം ദാ ഉപയോഗിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. യൂസ് ദ ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി. മോഹൻ ഈസ് ദ cleverest boy in the school. The Ganga is the holiest river in India. It is the longest river in the world. This is the tallest building in the city. Socrates was the wisest of Greek philosophers. Rahul is the youngest son of his parents. Use the before the name of a famous award. Every filmmaker hopes to get the Oscar award. Tagore won the Nobel Prize for Literature in 1913. Rule 16. Use the before the name of a musical instrument. Veena can play the veena well. He can't play the tabla well. Rekha played the piano beautifully. Rule 17. Use the before the name of an ocean, a sea, a river, a group of islands, a desert, a valley, a canal, etc. The Pacific Ocean is the largest ocean in the world. The Ganga is the holiest river in India. They are traveling in the Arctic. Our ship cruised the Atlantic in 7 days. I will go on a cruise down the Nile. Rule 18. Use the before the name of a mountain range. The Himalaya lies in the northern part of India. Hiking across the Rocky Mountains would be difficult. ഇവിടെ മൗണ്ടൻ റേഞ്ചിന് മുൻപിലാണ് ദാ ഉപയോഗിക്കേണ്ടത്. അതേസമയം ഇൻഡിവിജ്വൽ പീക്കുകൾ അല്ലെങ്കിൽ
ഒരു മൗണ്ടൻ ആണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കരുത്. ഡോണ്ട് യൂസ് ദ ബിഫോർ ദ നെയിംസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ പീക്ക് ആൻഡ് മൗണ്ടൻ. എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ദ എവറസ്റ്റ് എന്ന് ഇവിടെ ഉപയോഗിക്കരുത്, ഇതൊരു ഇൻഡിവിജ്വൽ പീക്ക് ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിരവധി തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. യൂസ് ദ ബിഫോർ ദ നെയിം ഓഫ് എ ഷിപ്പ്, train, etc. The Malabar Express runs between Cochin and Mangalore. The Queen Elizabeth is a famous British ship. Rule 20. Use the before the name of a well-known or holy book. The Bible is a holy book. The Ramayana is an epic of India. The Quran is a sacred book. The Iliad was written by Homer. When the book is referred to with its author's name, the is omitted. അതേസമയം ഓതേഴ്സിന്റെ നെയിംസിനൊപ്പമാണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കേണ്ട. വാൽമീകിസ് രാമായണ, ഹോമേഴ്സ് ഒഡീസി. അപ്പോൾ ഓതേഴ്സിന്റെ പേരിനൊപ്പമാണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. റൂൾ 21. യൂസ് ദ ബിഫോർ എ പ്രോപ്പർ നൗൺ when it is used as a common noun. പ്രോപ്പർ നൗൺ കോമൺ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ദ ഉപയോഗിക്കണം. ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ്. ഇത് ഷേക്സ്പിയർ ഇസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ്. ഷേക്സ്പിയർ എന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്, അതായത് ഒരു വ്യക്തിയുടെ പേരാണ്. ഇവിടെ നമ്മള് ദ ഉപയോഗിക്കുന്നില്ല. അതേസമയം ആ പ്രോപ്പർ നൗണിനെ കോമൺ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ദ ഉപയോഗിക്കണം. കാളിദാസ് ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. ഇവിടെ ഷേക്സ്പിയറിനെ കോമൺ നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ദ ഉപയോഗിക്കണം. കാളിദാസ് ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. Rule 22. Use the before an ordinal number. Ida got the second rank in the exam. December is the 12th month of a year. Rule 23. Use the before a king, queen, emperor, pope, etc. The emperor took his last breath. The king was very kind. The queen was very wise. When noun is referred to with a name, the is omitted. King Marthandavarma defeated the Dutch in 1741. Queen Elizabeth ruled the country for a long time. ഇവിടെ നോക്കുക, കിങ്, ക്വീൻ ഇതൊക്കെ ഒരു അതിനോടൊപ്പം ഒരു പേര് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ദ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ദ കിങ് മാർത്താണ്ഡവർമ്മ എന്ന് ഉപയോഗിക്കേണ്ട. കിങ് മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ദ ഡച്ച് ഇൻ 1741. ഇനി ദ ഉപയോഗിക്കാത്ത അവസരങ്ങള്. No article is used before a proper noun. നമ്മൾ നേരത്തെ കണ്ടു ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ്. അതൊരു പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ ഇവിടെ ഷേക്സ്പിയർ എന്നത് ഒരു വ്യക്തിയാണ്, അവിടെ ദ ഉപയോഗിക്കരുത്. ദ രാജൻ ഇതൊരു വ്യക്തിയാണ്, ഇതൊരു പ്രോപ്പർ നൗൺ ആണ്, ഇവിടെ ദ ഉപയോഗിക്കരുത്. ദ ട്രിവാൻഡ്രം രാജൻ ഇതൊരു പ്രോപ്പർ നൗൺ ആണ്, ഇവിടെ ദ ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. ട്രിവാൻഡ്രം ഇതൊരു പ്രോപ്പർ നൗൺ ആണ്, ഇവിടെയും ദ ഉപയോഗിക്കരുത്. No article is used before the material nouns, abstract nouns used in a general sense when they are uncountable. Material nouns, abstract nouns ഇവ ജനറൽ സെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് അവ അൺകൗണ്ടബിൾ ആണെങ്കിൽ. ഗോൾഡ് ഈസ് എ പ്രീഷ്യസ് മെറ്റൽ. ഇതൊരു മെറ്റീരിയൽ നൗൺ ആണ്, ഇത് ജനറൽ സെൻസിനാണ് പറഞ്ഞിരിക്കുന്നത്. അൺകൗണ്ടബിൾ ആണ്, ഇവിടെ ദ ഉപയോഗിക്കേണ്ട. അതേസമയം ദ ഗോൾഡ് നെക്ലസ് ഈസ് വെരി കോസ്റ്റ്ലി. ഇവിടെ ദ ഉപയോഗിക്കണം. ഇവിടെ ഒരു പ്രത്യേക ഗോൾഡ് നെക്ലസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ദ ഉപയോഗിക്കണം. കാൽഷ്യം ഈസ് എ ഗുഡ് മിനറൽ ഫോർ ഹെൽത്ത്. ഇവിടെ ജനറൽ സെൻസിലെ മെറ്റീരിയൽ നൗണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ദ ഉപയോഗിക്കേണ്ട. ഹണി ഈസ് ഹോൾസം ഫുഡ് ആൻഡ് ബെനിഫിഷ്യൽ ടു ഹെൽത്ത്. ഇവിടെ ഒരു അബ്സ്ട്രാക്ട് നൗണിനെ കുറിച്ച് ജനറൽ സെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ദ ഉപയോഗിക്കരുത്. Rule 3. The is not used with mother, father, uncle, aunt, but possessive adjective can be used. Mother, father, uncle, aunt ഇവയ്ക്കൊപ്പം ദ ഉപയോഗിക്കരുത്. പക്ഷെ possessive adjectiveകളാണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കാം. Don't use the before man or woman when it represent the whole class. അപ്പോൾ ഒരു man അല്ലെങ്കിൽ woman ഇത് whole classനെ represent ചെയ്യുകയാണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കരുത്. ഇവിടെ റൂൾ 4ഉം റൂൾ 13മായി ഒന്ന് കമ്പയർ ചെയ്യുക. റൂൾ 13മായി ഒന്ന് കമ്പയർ ചെയ്യുക.
Man is incomplete without women. God created man and women each other. Man is the only animal that can laugh. ഇവിടെയൊക്കെ man ഒരു ജനറൽ സെൻസിലാണ്, ഹോൾ ക്ലാസ്സിനെയാണ് ഇവിടെ man എന്നത് ഒരു ഹോൾ ക്ലാസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ദ ഉപയോഗിക്കരുത്. Rule 5, don't use the before a thing when it is used in general sense. ഇത് റൂൾ 13 കമ്പയർ ചെയ്യുക. Cows are treated as sacred in India. The cow is a domestic animal. ഇവിടെ നോക്കുക, ഹോൾ ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നത് സിംഗുലർ നൗൺ ആണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കാം. അതേസമയം പ്ലൂറൽ നൗൺ ആണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കരുത്. Cows are treated as sacred in India. The cows എന്ന് പറയില്ല, ആ പ്രയോഗം തെറ്റാണ്. Cows are treated as sacred in India. The cow. അതേസമയം ഈ ഒരു രൂപത്തിലാണെങ്കിൽ സിംഗുലർ നൗൺ ആണെങ്കിൽ അവിടെ ദ ഉപയോഗിക്കണം. The cow is a domestic animal. Dogs are domestic animal. The dog is a domestic animal. ഇവിടെ പ്ലൂറൽ നൗൺ ആണ്, ഇവിടെ ദ ഉപയോഗിക്കരുത്. ഇവിടെ സിംഗുലർ നൗൺ ആണ്, ഇവിടെ ദ ഉപയോഗിക്കണം. Water is necessary for life. Gold is precious metal. ഇതൊക്കെ ജനറൽ സെൻസിലാണ് ഒരു വസ്തു ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയൊന്നും ദ ഉപയോഗിക്കരുത്. Don't use the before the school, college, market, hospital, temple, church, mosque and other public places if one goes for the purpose intended to it. ഒരു സ്കൂൾ, കോളേജ്, മാർക്കറ്റ്, ഹോസ്പിറ്റല് മുതലായ സ്ഥാപനങ്ങളിൽ ആ പറയുന്ന സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് അവിടെ പോകുന്നതെങ്കിൽ ദ ഉപയോഗിക്കരുത്. പക്ഷെ മറ്റു പർപ്പസുകൾക്ക് വേണ്ടിയാണ് സ്ഥാപനത്തിൽ പോകുന്നതെങ്കിൽ അവിടെ ദ ഉപയോഗിക്കണം. My brother goes to school every day. എന്റെ ബ്രദർ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഇത് സ്കൂൾ എന്തിനു വേണ്ടിയാണ്? അത് സാധാരണ പർപ്പസിന് വേണ്ടിയാണ് എന്റെ ബ്രദർ സ്കൂളിൽ പോകുന്നത്. ഇവിടെ സ്കൂളിന് മുമ്പിൽ ദ ഉപയോഗിക്കേണ്ട. I went to hospital to consult a doctor. സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിന് മുൻപിലും ദ ഉപയോഗിക്കേണ്ട. സാധാരണ പർപ്പസിന് വേണ്ടിയാണ് ഓരോ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ ദ ഉപയോഗിക്കേണ്ട. But use the if one goes for special purpose. മറ്റു പർപ്പസുകൾക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അവിടെ ദ ഉപയോഗിക്കണം. I went to the school to see my brother. ഇവിടെ ഞാൻ സ്കൂളിൽ പോയത് എൻ്റെ ബ്രദറിനെ കാണാനാണ്. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് പോയത്, അതുകൊണ്ട് സ്കൂളിന് മുൻപിൽ ദ ഉപയോഗിക്കണം. I went to the hospital to meet my uncle. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അങ്കിളിനെ കാണുക എന്ന പർപ്പസിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ പോയത്, അതുകൊണ്ട് ഇവിടെ ദ ഉപയോഗിക്കണം. If the acronym is pronounced as a word, don't use any article. Acronyms അതായത് ഇങ്ങനെ എന്താണ് വലിയ പദങ്ങളൊക്കെ, ഇപ്പൊ യുനെസ്കോ, നാഫെഡ്, ഇതൊക്കെ വലിയ ഒരു പേരിന്റെ ചുരുക്കെഴുത്താണ്. അപ്പൊ ഇതൊരു വാക്കായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇതാ ഉപയോഗിക്കരുത്. ഇപ്പൊ യുനെസ്കോ ഇത് നമുക്കൊരു വേർഡായിട്ട് പ്രൊനൗൺസ് ചെയ്യും, അവിടെ ഇതാ ഉപയോഗിക്കരുത്. നാഫെഡ് ഇത് നമുക്കൊരു വേർഡായിട്ട് പ്രൊനൗൺസ് ചെയ്യാം, ഇവിടെയൊന്നും ദ ഉപയോഗിക്കരുത്. പക്ഷെ ഇങ്ങനെയുള്ള അക്രോണിംസ് പ്രൊനൗൺസ് ചെയ്യുന്നത് വേർഡായിട്ടല്ല എങ്കിൽ അവിടെ ദ ഉപയോഗിക്കണം. ദ UN, ദ US, അതായത് ഇതൊക്കെ നമ്മൾ സ്പെല്ലിംഗ് വൈസ് ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇവിടെ ദ ഉപയോഗിക്കണം. Janu has decided to wear dash yellow dress her uncle gifted her on the birthday. ഇവിടെ ഒരു പർട്ടിക്കുലർ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഇവിടെ ദ ഉപയോഗിക്കണം. പ്രത്യേക യെല്ലോ ഡ്രസ്സിനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ദ ഉപയോഗിക്കണം. She cried, someone called dash policeman. അവൾ കരഞ്ഞു, ആരെങ്കിലും ഒരു പോലീസിനെ വിളിക്കൂ. ഇവിടെ someone called a policeman. അപ്പൊ ഇവിടെ നോക്കുക, someone called a policeman, ആരെങ്കിലും ഒരു പോലീസുകാരനെ വിളിക്കൂ. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ എ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പോലീസ് എന്നത് കൺസോണന്റ് സൗണ്ടിലാണ് ആരംഭിക്കുന്നത്, ഇവിടെ ആർട്ടിക്കിൾ എ ആണ് ഉപയോഗിക്കേണ്ടത്. Find the word which is almost same in meaning to the given word. Chubby, cool, hot, plump, skinny. Chubby, plump or rounded എന്ന് വെച്ചാൽ വളരെ തുടുത്ത. The pretty child with chubby
cheeks എന്ന് പറഞ്ഞാൽ തുടുത്ത കവിളുകൾ. Plump, having a full rounded shape, വൃത്താകൃതിയിലുള്ള. തുടുത്ത എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് പ്ലംപ് എന്ന വാക്കിനുള്ളത്. The berries were plump and sweet. Skinny, of a person or part of their body. Unattractively or unusually thin. എന്ന് വെച്ചാൽ വളരെ നേരിച്ച. His skinny hands, നേരിച്ച കൈകൾ. ഇവിടെ chubby, അതിന് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നത് plump. Ingenious, innocent, insensitive, uninventive, creative. Ingenious, of a person, clever, original and inventive. He was ingenious enough to overcome the limited budget. എന്ന് വെച്ചാൽ അവൻ വളരെ ക്ലെവർ ആണ്, ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് ഓവർകം ചെയ്യാൻ പറ്റുന്ന അത്രയും ക്ലെവർ ആണ്. Innocent, not guilty of a crime or offense. വളരെ നിഷ്കളങ്കനാണ്. The prisoners were later found innocent. Insensitive, showing or feeling no concern for others. No concern for others' feelings. മറ്റുള്ളവരുടെ ഫീലിങ്ങിന് പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കാത്ത. An insensitive remark. Uninventive, not showing creativity or original thought. Creativity കാണിക്കാത്ത. The oils were sensitively painted but uninventive in design. Creative, relating to or involving the use of the imagination or original ideas to create something. Change unleashes people's creative energy. സാധനം ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രത്യേക ഇമാജിനേഷന് അല്ലെങ്കിൽ പ്രത്യേക ഐഡിയകളൊക്കെ ഉള്ള ക്രിയേറ്റീവ്. ഇവിടെ ഇൻജീനിയസ്, അതിന് ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം അർത്ഥം വരുന്നത് ക്രിയേറ്റീവ്. ആൻസർ ഓപ്ഷൻ ഡി, ക്രിയേറ്റീവ്. ഫൈൻഡ് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ഹെഗേമണി, ഹൈനസ്, മനോർ, മെറ്ററോളജി. സാധാരണ നമ്മൾ ഇത്തരത്തിൽ സ്പെല്ലിങ്ങുകൾ ഓർത്തിരിക്കാനായി അവയെ സ്പ്ലിറ്റ് ചെയ്ത് ഓർക്കുക. ഇപ്പൊ ഹെഗേമണി എന്നുള്ളത് ഹേ ഗേ മണി, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്കത് കൃത്യമായി ഓർക്കാൻ പറ്റും. ഹെഗേമണി എന്നാൽ ലീഡർഷിപ്പ് ഓർ ഡോമിനൻസ്, എസ്പെഷ്യലി ബൈ വൺ സ്റ്റേറ്റ് ഓർ സോഷ്യൽ ഗ്രൂപ്പ് ഓർ അതേഴ്സ്. എന്ന് വെച്ചാൽ മേധാവിത്വം. Germany was united under Prussian hegemony after 1871. Heinous, hatefully or shockingly evil. എന്ന് വെച്ചാൽ ഹീനമായ. ഇതിനോട് സാമ്യമുള്ള മറ്റൊരു വാക്കാണ് ഹൈനസ്. അപ്പൊ ഹീനസ് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഓർക്കുമ്പോൾ ഹീ, ഇൻ, അസ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഹീനസ് എന്ന വാക്ക് ഓർത്തിരിക്കാം. ഹേറ്റ്ഫുള്ളി ഓർ ഷോക്കിംഗ്ലി ഈവിൽ. ഹൈനസ് എന്ന് പറഞ്ഞാൽ ആസ് വി കോൾ എ കിങ്, എന്ന് വെച്ചാൽ രാജാവിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഹൈനസ്. ഓർ, മാനോ, ഈ, ഓർ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ വാക്ക് ഓർത്തിരിക്കാം. ഇൻ ഓർഡർ ടു അച്ചീവ് എ സെർട്ടൈൻ ഗോൾ. ഇവിടെ മെറ്റീരിയറോളജി, മെറ്റീരിയറോളജി എന്ന വാക്കിനെ മെറ്റിഓറോളജി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓർത്തിരിക്കാം. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് കോൺസേൺ വിത്ത് ദ processes and phenomena of the atmosphere, especially as a means of forecasting the weather. എന്നുവെച്ചാൽ കാലാവസ്ഥ പ്രവചനത്തിനുള്ള ഒരു പഠനമാണ് മെറ്റീരിയറോളജി. An induction course to learn the basic meteorology. ഇവിടെ ആൻസർ ഓപ്ഷൻ സി. ഇവിടെ wrongly spelt word എന്നത് manor. ഇത് സ്പെല്ലിങ് തെറ്റാണ്, ബാക്കിയെല്ലാം സ്പെല്ലിങ്ങുകൾ കറക്റ്റ് ആണ്. ഹെഗേമണി, ഹീനസ്, മെറ്റീരിയറോളജി ഇതെല്ലാം സ്പെല്ലിങ് കറക്റ്റ് ആണ്. അടുത്ത പീസബിൾ, ന്യൂമോണിയ, ഗൈനക്കോളജി, ഹെമറേജ്. പീസബിൾ, ഈ വാക്കിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. പീസ്, ഏബിൾ. ഇൻക്ലൈൻ ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓർ ഡിസെന്റ്. ആൻഡ് ഇൻഡസ്ട്രിയസ്, പീസബിൾ പീപ്പിൾ. ന്യൂമോണിയ, ന്യൂമോണിയ is an infection that affects one or both lungs.
ലങ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ന്യൂമോണിയ. ഗൈനക്കോളജി, ഗൈന, ഇക്കോളജി, ഗൈനക്കോളജി, ഗൈന, ഇക്കോളജി is the area of medicine that involves the treatment of women's diseases, especially those of the reproductive organs. ഹെമറേജ്, ഹേജ് എന്ന് പറഞ്ഞാൽ രക്തസ്രാവം. ഇപ്പൊ നോക്കുക, നമ്മൾ ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയൂലേ, അപ്പൊ അതാണ് അതിന്റെ ആ ഒരു സമാനമായൊരു പദമാണിത്. അത് കൂടുതലായിട്ട് പോകുന്നതാണ് ഹെമറേജ്. Hemorrhage, an escape of blood from a ruptured blood vessel, a massive hemorrhage of the brain. Answer option A. അതായത് ഇവിടെ സ്പെല്ലിംഗ് എറർ ഉള്ളത് പീസബിൾ, പീസ് ഏബിൾ നമ്മൾ പറഞ്ഞു, പീസ് ഏബിൾ അതാണ് കറക്റ്റ് ആയ സ്പെല്ലിംഗ്. അത് മാത്രം സ്പെല്ലിംഗ് എറർ ഉണ്ട്. ന്യൂമോണിയ, ഗൈനക്കോളജി, ഹീമറേജ് ഇതൊക്കെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് വോയിസ്, ദ പീപ്പിൾ വെർ ഹെൽപ്പിംഗ് ദ വൂണ്ടഡ് വുമൺ. ഇവിടെ പാസീവ് വോയിസ് ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ആദ്യമായി നമ്മൾ ആ ടെൻസ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇത് വെർ ഹെൽപ്പിംഗ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ 4 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന്, സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ചേഞ്ച് ചെയ്യുക, ഓക്സിലറി വെർബ് ചേർക്കുക. അപ്പൊ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ചേർക്കേണ്ട ഓക്സിലറി വെർബ് വാസ് അല്ലെങ്കിൽ വേർ. ഏതാണോ നിലവിലെ സബ്ജക്റ്റ് അതിനനുസരിച്ച് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആഡ് ബൈ. അപ്പൊ നമ്മളിവിടെ ഇതിനെ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ദ പീപ്പിൾ വെർ ഹെൽപ്പിംഗ് ദ വൂണ്ടഡ് വുമൺ. ഇപ്പൊ ഇവിടെ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ദ വൂണ്ടഡ് വുമൺ. ഇപ്പൊ ഇവിടെ വൂണ്ടഡ് വുമൺ എന്നുള്ളത് സിംഗുലർ ആണ്, അതിനനുസരിച്ച് വേണം ഓക്സിലറി വെർബ് എഴുതാൻ. ദ വൂണ്ടഡ് വുമൺ, ഓക്സിലറി വെർബ് ദ വൂണ്ടഡ് വുമൺ. ഇവിടെ വരേണ്ട ഓക്സിലറി വെർബ് വാസ് അല്ലെങ്കിൽ വേർ. ഇവിടെ വൂണ്ടഡ് വുമൺ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ വരേണ്ട ഓക്സിലറി വെർബ് വാസ് ബീയിങ് ഹെൽപ്ഡ് ബൈ ദ പീപ്പിൾ. ആൻസർ ഓപ്ഷൻ സി. മൈ സൺ ഹാസ് ഡ്രോൺ ദിസ് പോർട്രേറ്റ്. അപ്പൊ ഇവിടെയും ആദ്യം നമ്മൾ സെന്റൻസിന്റെ ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. മൈ സൺ ഹാസ് ഡ്രോൺ ദിസ് പോർട്രേറ്റ്. ഇവിടെ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെയും ചേഞ്ച് ചെയ്യുക, ഓക്സിലറി വെർബ് ചേർക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ ചേർക്കേണ്ട ഓക്സിലറി വെർബ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീയിങ് പ്ലസ് V3 ബൈ ചേർക്കുക. നോക്കാം, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ദിസ് പോർട്രേറ്റ്, ഇവിടെ ചേർക്കേണ്ട ഓക്സിലറി വെർബ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. ദിസ് പോർട്രേറ്റ്. അപ്പൊ ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അതിനോടൊപ്പം ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഹാസ് ബീൻ പ്ലസ് ബീൻ ഡ്രോൺ ബൈ മൈ സൺ. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. Choose the appropriate words to fill in the blanks to make the sentence meaningfully complete. Our present dash towards the environment contrasts quite sharply with our historical reverence for nature. പരിസ്ഥിതിയോടുള്ള നമ്മുടെ ഇപ്പോഴത്തെ നിസ്സംഗത പ്രകൃതിയോടുള്ള നമ്മുടെ ചരിത്രപരമായ ആദരവുമായി തികച്ചും വ്യത്യസ്തമാണ്. ഇതാണ് ആ വാക്കിന്റെ മീനിങ്. ഇഗ്നോറൻസ് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് നോളജ് ഓർ ഇൻഫോർമേഷൻ. He acted in ignorance of basic procedures. Sympathy, feelings of pity and sorrow for someone else's misfortune. They had great sympathy for the blood victims. Apathy, lack of feeling or emotion. എന്ന് വെച്ചാൽ നിസ്സംഗത. Disposition, prevailing tendency, mood or inclination. അപ്പൊ ഇവിടെ നമ്മുടെ our present പ്രകൃതിയോടുള്ള നമ്മുടെ ഇപ്പോഴത്തെ നിസ്സംഗത
നമ്മുടെ പ്രകൃതിയോടുള്ള നമ്മുടെ ചരിത്രപരമായ ആദരവുമായി തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ ഇവിടെ നമുക്ക് വരേണ്ട വാക്ക് നിസ്സംഗത. അപ്പൊ അതിനോട് യോജിക്കുന്ന വാക്ക് ആപ്പതി. ഇഗ്നോറൻസ് ശരിയാകില്ല, സിമ്പതിയും ശരിയാകില്ല, ഡിസ്പൊസിഷനും ശരിയാകില്ല. ആൻസർ ഓപ്ഷൻ സി, ആപ്പതി. It's high time that you dash a doctor. It's high time that you consulted a doctor. അതായത് കുറെ നാൾ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ഇതൊരു പ്രയോഗമാണ്. അപ്പൊ ഇവിടെ വരേണ്ടത് ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഇത് മുൻപും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളൊരു സെന്റൻസ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഓർത്തിരിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് യു കൺസൾട്ടഡ് എ ഡോക്ടർ. That plus subject plus V2 plus object.